ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ഗുരുവായൂരിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണം നൽകി. മേലൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴലിയിൽ ലക്ഷങ്ങളുടെ നഷ്ടം. മേഖലയിൽ നശിച്ചത് ഏക്കർ കണക്കിന് കാർഷിക വിളകൾ. കല്ലൂർ മാവിൻചുവടിൽ ഓട്ട് കമ്പനിയുടെ 120 അടിയോളം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു. പാലിക്കര ടോൾ പ്ലാസയിലേക്ക് LDF പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മനക്കൊടി പുള്ള് റോഡിൽ ഗതാഗതം നിലച്ചിട്ട് 1 മാസം പിന്നിടുന്നു. കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കേണ്ട ഗതികേടിൽ യാത്രക്കാർ. പാവറട്ടി കാനാണി റോഡിൽ അപകടക്കുഴികൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച റോഡാണ് ശോചനീയാവസ്ഥയിലായത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കനത്ത മഴ കാരണം രാവിലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറക്കാനായില്ല. തുടർന്ന് ഉപരാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് മടങ്ങി. കാലാവസ്ഥ അനുകൂലമായതോടെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉപരാഷ്ട്രപതി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്ര ദർശനം നടത്തിയ ഉപരാഷ്ട്രപതി കൊച്ചിയിലേക്ക് മടങ്ങി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറെയും പത്നി ഡോക്ടർ സുദേശ് ധൻകറിനെയും NK അക്ബർ MLA, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ക്ഷേത്രം തന്ത്രിയും ദേവസ്വം ഭരണസമിതി അംഗവുമായ PC ദിനേശൻ നമ്പൂതിരിപ്പാട് ഉപരാഷ്ട്രപതിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി ശ്രീവത്സത്തിൽ മടങ്ങിയെത്തിയ ഉപരാഷ്ട്രപതിക്ക് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ചുമർ ചിത്രം ഉപഹാരമായി സമ്മാനിച്ചു. മേലൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴലിയിൽ ലക്ഷങ്ങളുടെ നഷ്ടം. കല്ലുകുത്തി, പന്തൽപ്പാടം, മുള്ളൻപാറ, പിണ്ടാണി, പാലപ്പിള്ളി ഭാഗങ്ങളിലാണ് കനത്ത നാശം. 5 മിനിറ്റ് നേരം വീശിയടിച്ച കാറ്റിൽ ഏക്കർ കണക്കിന് കാർഷിക വിളകൾ നശിച്ചു. വർഷങ്ങളായി പല കുടുംബങ്ങളുടെയും ജീവിതോപാധിയായിരുന്ന ജാതി കൃഷിക്കാണ് കൂടുതൽ നാശം നേരിട്ടത്. 10ഓളം വീടുകൾക്കും കേടുപാടുകളുണ്ടായി. പിണ്ടാണിയിൽ പയ്യപ്പള്ളി വർഗീസിന്റെ ഷെഡിന്റെ മേൽക്കൂര പറന്ന് താഴെ വീണു. പറമ്പിലെ ജാതി, തേക്ക് എന്നിവ കടപുഴകി വീണു. ചാതയിലി ബാബു, പോളി എന്നിവരുടെ 50ഓളം പാകമാവാറായ ഏത്തവാഴ ഒടിഞ്ഞു വീണു. പദപ്പള്ളി രാജന്റെ തൊഴുത്തിൽ മേൽക്കൂരയായി കെട്ടിയിരുന്ന ഷീറ്റ് കാറ്റിൽ പറന്നുപോയി. മാനാടൻ ബിജുവിന്റെ വീടിന് മുകളിൽ പ്ലാവ് ഒടിഞ്ഞു വീണു. പാലപ്പിള്ളിയിൽ മേച്ചേരി മാർത്തിന്റെ വീട്ടിലെ 15 ജാതിമരം കടപുഴകി വീണു. തൊട്ടടുത്ത കൊരട്ടിക്കാരൻ ജോബിയുടെ പറമ്പിലെ 6 ജാതിമരവും നിലം പതിച്ചു. ആളുകളെല്ലാം വീടിനകത്തായിരുന്നതിനാൽ അത്യാഹിതങ്ങൾ ഒഴിവായി. പന്തൽപ്പാടത്ത് കിഴക്കിനിയേട്ടൻ പൈലന്റെ വീട്ടുപറമ്പിൽ ഉണ്ടായിരുന്ന 55-ൽ 52 ജാതിമരങ്ങളും കൂട്ടത്തോടെ നിലം പരിശായി. എൻ്റെ ആകെ ഞാൻ ജീവിച്ചു പോകുന്നതുകൊണ്ട് അതൊക്കെ പോയി. ജാതി ഇനി 50 ജാതിയുണ്ട്, 55 ജാതിയുണ്ട്, ഇനി 3 ജാതിയുണ്ട്, ബാക്കിയൊക്കെ പോയി. കരിഞ്ഞാമ്പള്ളി, പിണ്ടാണി പ്രദേശം മുഴുവൻ, മുള്ളംപാറ, എൻ്റെ വാർഡിൻ്റെ മുഴുവൻ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് മാത്രമാണ് ചുഴലിക്കാറ്റെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് താങ്ങാനാവുന്നതിനപ്പുറമാണ്. ചെന്ന് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. മുഴുവൻ പോസ്റ്റുകൾ, എല്ലാ റോഡുകളും ബ്ലോക്കായിരിക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. കല്ലൂർ മാവിൻചുവടിൽ ഓട്ട് കമ്പനിയുടെ 120 അടിയോളം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. ലക്ഷ്മി ദേവി ടൈൽ വർക്ക്സ് എന്ന സ്ഥാപനത്തിലാണ് അപകടമുണ്ടായത്. തൊഴിലാളികൾ ഇല്ലാത്ത സമയമായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പകൽ സമയത്ത് 15 തൊഴിലാളികളെങ്കിലും ജോലി ചെയ്യുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. 120 അടിയോളം ഉയരമുള്ള പുകക്കുഴലിന്റെ 20 അടിയോളം മാത്രമാണ് അവശേഷിക്കുന്നത്. തൃക്കൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം, വില്ലേജ്, പോലീസ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം.
ദേശീയപാതയിലെ യാത്രാ ദുരിതത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും അവഗണനയ്ക്കെതിരെ ഇടതുപക്ഷ സംഘടനകൾ പാലീക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കുക, നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, യാത്രാ ദുരിതം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലൂരിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ പ്ലാസയിലെത്തി ടോൾ ബൂത്തുകൾ തുറന്നുവിട്ടു. മുദ്രാവാക്യം വിളിച്ച് ടോൾ പ്ലാസയിൽ പ്രവേശിക്കാനൊരുങ്ങിയ പ്രവർത്തകരെ നേതാക്കൾ അനുനയിപ്പിച്ച് പിന്തിരിപ്പിച്ചു. തുടർന്ന് നടന്ന യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ അധ്യക്ഷനായി. KK രാമചന്ദ്രൻ MLA, PK ചന്ദ്രശേഖരൻ, VS പ്രിൻസ്, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, CL ജോയ്, CT ജോഫി, CR വത്സൻ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മനക്കൊടി പുള്ള് റോഡിൽ ഗതാഗതം നിലച്ചിട്ട് 1 മാസത്തോളമായി. കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കേണ്ട ഗതികേടിൽ യാത്രക്കാർ. പുള്ള് വിനോദസഞ്ചാര കേന്ദ്രത്തിലും ആളുകൾ എത്താതായി. ചാഴൂർ, ചേർപ്പ്, പാറള മേഖലകളിൽ നിന്നുമുള്ള വെള്ളം അന്തിക്കാട്, അരിമ്പൂർ, മണലൂർ, കോൾ മേഖലകളിലൂടെയാണ് ഒഴുകി ഏനമാവ് റെഗുലേറ്റർ വഴി കടലിൽ പോകേണ്ടത്. മഴക്കാലമായാൽ മനക്കൊടി പുള്ളു പ്രദേശം മുതൽ കാഞ്ഞാണി, പെരുമ്പുഴ വരെ KLDCയുടെ പ്രധാന ചാലിൽ കുളവാഴയും ചണ്ടിയും കരിവാരിയും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും. തടസ്സങ്ങൾ നീക്കേണ്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥയാണ് മനക്കൊടി വാരിയം പടവിലും അഞ്ചുമുറി പടവിലും ചാഴൂർ, പാറളം മേഖലകളിലും വെള്ളം ഒഴിയാത്തതിന്റെ കാരണമെന്ന് കർഷകർ ആരോപിച്ചു. മാത്രമല്ല, മനക്കൊടി പുള്ളു റോഡ് പലയിടത്തും താഴ്ന്നു കിടക്കുന്നതിനാൽ മെയിൻ ചാലിൽ കുളവാഴകൾ മൂലം ഒഴുക്ക് നിലയ്ക്കുമ്പോൾ വെള്ളം റോഡ് കവിഞ്ഞ് പാടശേഖരത്തിലേക്ക് ഒഴുകി കൃഷിനാശം സംഭവിക്കൽ പതിവാവുകയാണ്. റോഡ് 1 മീറ്ററോളം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കർഷകർ മന്ത്രിമാർക്കടക്കം നിവേദനം നൽകിയിരുന്നു. ഏകദേശം 5-6 വർഷങ്ങളായിട്ട് കാലവർഷം വരുമ്പോൾ യാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ദുരിതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ റോഡ് 2 മീറ്ററോളം ഉയർത്തിയാൽ മാത്രമേ ഈ PWD റോഡിൽ കൂടെ സുഗമമായി പോകാൻ സാധിക്കുള്ളൂ. അരിമ്പൂര് പഞ്ചായത്തും അതേപോലെ തന്നെ ഈ പ്രദേശത്തെ കോൾ മേഖലയിലുള്ള കർഷകരെല്ലാം കൂടി ഒരുപാട് നിവേദനങ്ങൾ PWDക്ക് കൈമാറിയിട്ടുണ്ട്. PWD മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്, MLA ഇടപെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പഠന റിപ്പോർട്ട് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പഠന റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ അടിയന്തരമായി തന്നെ ഈ റോഡ് 1 മീറ്ററെങ്കിലും ഉയർത്തി നമ്മുടെ യാത്രക്കാർക്ക് സുഗമമായി പോകുന്നതിന് വേണ്ടി ഉള്ള സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പെരുമ്പുഴ, മണലൂർ പ്രദേശങ്ങളിൽ കൂടുതൽ സ്ലൂയിസുകൾ നിർമ്മിക്കുകയും ചാലിലെ തടസ്സം യഥാസമയം മാറ്റുകയും ചെയ്തെങ്കിൽ മാത്രമേ ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്ന് കർഷകർ പറഞ്ഞു. പുഴകളിലൊക്കെ വെള്ളം കുറഞ്ഞു, പക്ഷേ ഇവിടെ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോയിട്ടില്ല. അതിനൊരു പ്രധാന കാരണം നമ്മുടെ ഈ മെയിൻ കനാലിൽ ചണ്ടിയും കുളവാഴിയും നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് ഈ വർഷം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറിഗേഷൻ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു, പക്ഷേ അവർ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. പിന്നെ ഇവിടെ വെള്ളം പോകാത്തതിന് മെയിൻ കാരണം ഈ സ്ലൂയിസുകളുടെ കുറവാണ്. ഈ ബണ്ടുകൾ വരുമ്പോൾ അതിന് ആവശ്യാനുസരണം സ്ലൂയിസുകൾ കൊടുത്തില്ലെങ്കിൽ ഈ വെള്ളം മനക്കൊടി പ്രദേശത്ത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ദുരിതമായിട്ട് നിൽക്കും. റോഡ് വെള്ളത്തിലായതിനാൽ പുള്ള് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും ആളുകൾക്ക് എത്താനാകാത്ത സ്ഥിതിയാണ്. ഇതോടെ ജലസവാരി നിർത്തിവെക്കുകയും തട്ടുകടകൾ അടയ്ക്കേണ്ടി വരികയുമായിരുന്നു. ഇവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർ ഇപ്പോൾ വരുമാനം നിലച്ച അവസ്ഥയിലാണ്. തൃപ്രയാർ ഭാഗത്തു നിന്നുള്ളവർക്ക് എളുപ്പത്തിൽ ജില്ലാ ഭരണകേന്ദ്രത്തിലേക്ക് എത്താനാകുന്ന മനക്കൊടി പുള്ളു റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV തൃശൂർ. പാവറട്ടിയിൽ നിന്നും കാനാണിയിലേക്കുള്ള പൊതുമരാമത്ത് റോഡിലെ അപകടക്കുഴികൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. അമൃത കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച റോഡ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിലാണ്. ഏറെ തിരക്കുള്ള ഈ പൊതുമരാമത്ത് റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ആഴമറിയാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട്. വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ചെറിയ വാഹനങ്ങൾ കുഴിയിൽ വീണും അപകടമുണ്ടാകുന്നു. മുല്ലശ്ശേരി സെന്ററിനോട് ചേർന്നുള്ള റോഡിലെ വലിയ കുഴികൾ മൂലം തിരക്കേറിയ സമയങ്ങളിൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെ വലിയ ഗതാഗത കുരുക്കാണ് രൂപപ്പെടുന്നത്. വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടങ്ങൾ ഉണ്ടാകുന്നതും കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനും അധ്യാപകനുമായ അജിത് പ്രസാദ് പറഞ്ഞു. പല ബൈക്ക് യാത്രക്കാരും ഈ കുഴികളിൽ വീണ് പരിക്ക് പറ്റുന്നു. വളരെ തികഞ്ഞ അനാസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. ഒരു വാഹനം കൊണ്ട് പുറത്തിറങ്ങിയാൽ
മുല്ലശ്ശേരി സെൻറ്ററിൽ പലപ്പോഴും കാഞ്ഞാണി സെൻറ്ററിനേക്കാൾ വലിയ ഗതാഗത കുരുക്കുകൾ പല സന്ദർഭങ്ങളും ഉണ്ടാകുന്നു. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ മെയിൻ റോഡിൻ്റെ പൂർണ്ണമായ തോതിലുള്ള ടാറിങ് ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്നാണ് ഒരു ഇതിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എനിക്കതിൽ പറയാനുള്ളത്. മുല്ലശ്ശേരി സെന്ററിന് സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലെ കുഴികൾ കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ദുരിതമാകുന്നുണ്ട്. കരുവന്തല സെന്ററിനോട് ചേർന്നും ഏനമാവ് കടവ് സ്റ്റോപ്പിലും റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിലെ വലിയ കുഴികളിൽ വീഴാതിരിക്കാൻ ചെറുവാഹനങ്ങൾ വലതുഭാഗത്തേക്ക് എടുക്കുന്നത് പലപ്പോഴും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ MLAയുടെ സാന്നിധ്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടെങ്കിലും ഇപ്പോഴും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പൊതുമരാമത്ത് റോഡിലെ അശാസ്ത്രീയമായ ടാറിംഗ് മൂലം വളരെ പെട്ടെന്ന് ടാറിംഗ് അടർന്ന് മെറ്റൽ പുറത്തായ നിലയിലാണ്. യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്ത് വരുമെന്ന് മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗം ക്ലെമൻ ഫ്രാൻസിസും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മുല്ലശ്ശേരിയും പറഞ്ഞു. ഒരു MLA ഒരു നിരുത്തരവാദപരമായി അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ ഈ കുഴികൾ തീർക്കാനോ ഈ വലിയ കുഴി ഈ ആളുകൾ വീണ് ഉണ്ടാകുന്ന അപകടം ഇല്ലാതാക്കാനോ ഉള്ള ഒരു ശ്രമം ഒരു ടെലിഫോൺ കോൾ പോലും MLA അധികൃതർക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ. വെങ്കിടങ് മുല്ലശ്ശേരി മേഖലയിലെ സഞ്ചാര ദുരിതത്തിന് പരിഹാരം കാണുന്നതിന് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. TCV ന്യൂസ്, പാവർട്ടി. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ചാവക്കാട് ആശുപത്രി റോഡിൽ പാടത്തേക്ക് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടു മറിഞ്ഞു. ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു. ചാവക്കാട് ആശുപത്രി റോഡിൽ കോഴിക്കുളങ്ങര ക്ഷേത്ര പരിസരത്തെ പാടത്തേക്കാണ് ഓട്ടോറിക്ഷ മറിഞ്ഞത്. ബ്ലാങ്ങാട് സ്വദേശി ബിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. മായന്നൂർ പാലത്തിലെ തെരുവ് വിളക്കുകൾ കത്താത്തതിൽ നടപടി സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. ഒറ്റപ്പാലം നഗരസഭയെയും കൊണ്ടാഴി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലബാറിലെ ഏറ്റവും വലിയ പാലമായ മായന്നൂർ പാലത്തിലെ തെരുവ് വിളക്കുകൾ കണ്ണടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. നിരവധി തവണ ഒറ്റപ്പാലം നഗരസഭ അധികൃതർക്കും കൊണ്ടാഴി പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത സാഹചര്യമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയരാജൻ പറഞ്ഞു. മായന്നൂർ പാലത്തിന് മുകളിൽ പ്രഭാത സവാരിക്ക് വരുന്ന ആളുകളെ നായ്ക്കൾ സംഘം ചേർന്ന് കടിച്ച് പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ പേവിഷബാധയുള്ള നായകൾ വന്ന് കടിച്ച് വലിയ രീതിയിൽ പരിക്ക് പറ്റി ആളുകൾ ആശുപത്രിയിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുമൊക്കെ ചികിത്സ തേടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. നാടിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതലായി ശക്തിപ്പെടുത്തണമെന്നും സ്വന്തമായി വരുമാനമുണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കയ്പമംഗലം പഞ്ചായത്തിലെ നവീകരിച്ച ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനം എന്നത് നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതാണ്. വരും തലമുറയ്ക്ക് കൂടുതൽ സൗകര്യപ്രദവും പ്രയോജനകരമാകുന്ന രീതിയിൽ അടിസ്ഥാന വികസനം ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും എല്ലാവരും വരികയും പോകുകയും ചെയ്യുന്ന ഇടമാണ് ബസ് സ്റ്റാൻഡുകൾ. അത് വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കുമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PA മുഹമ്മദ് അലി, ബീന സുരേന്ദ്രൻ, അനിത ബാബു എന്നിവരെ പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ ആദരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ സേവ്യർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നടപ്പാക്കാൻ നമുക്ക് കഴിയും.
വികസന പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നാടിന് മുഖച്ഛായമാക്കുന്ന ഒന്നാണ്. നാടിൻ്റെ സാമ്പത്തിക മാറ്റം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം. കാട്ടൂരിൽ ജനകീയ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല റിലേ നിരാഹാര സത്യാഗ്രഹ സമരം ആരംഭിച്ചു. മിനി എസ്റ്റേറ്റിൽ നിന്നുള്ള കുടിവെള്ള മലിനീകരണത്തിനെതിരായാണ് സമരം. ആദ്യ ദിനം കാട്ടൂർ 5-ാം വാർഡ് മെമ്പർ മോളി പിയൂസ് നിരാഹാരം അനുഷ്ഠിച്ചു. നിരാഹാരം DCC സെക്രട്ടറി ആൻഡോ പെരുമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ദേശീയ മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രസന്നകുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ അംബുജ രാജൻ, സ്വപ്ന അരുൺ, BJP കാട്ടൂർ പ്രസിഡന്റ് കെ ഷെറിൻ തുടങ്ങിയവർ സംസാരിച്ചു. യുവതിയുടെ സ്കൂട്ടർ കത്തിക്കുകയും ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ഭർത്താവിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് ബീച്ച് സ്വദേശി ചാഴുവീട്ടിൽ സുമേഷാണ് അറസ്റ്റിലായത്. പ്രതിയുടെ പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ സ്കൂട്ടർ കത്തിക്കാനും തടയാൻ ശ്രമിച്ച ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചുവെന്നുള്ള പരാതിയിലാണ് അറസ്റ്റ്. ഇരിങ്ങാലക്കുട ചന്തക്കുന്ന് വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിലെ പ്രതി അറസ്റ്റിലായി. സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർമാരിൽ ഒരാളുമായ എറണാകുളം എലാവൂർ സ്വദേശി കല്ലറയ്ക്കൽ വീട്ടിൽ KP ഷാജനെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. കയ്പമംഗലത്ത് മുക്കുപണ്ടം പണയം വെച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 1 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തയാളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി മേനോത്ത് വീട്ടിൽ ഷാജിയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 പീടിക പള്ളിവളവിൽ പ്രവർത്തിക്കുന്ന ഗുരുപ്രഭ എന്ന പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനത്തിലാണ് മുക്കുപണ്ടങ്ങൾ പണയം വെച്ച് 1,10,000 രൂപ തട്ടിയെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും മിനിമാസ്റ്റ് ലൈറ്റുകളും തെരുവ് വിളക്കുകളും കത്താതെ കിടക്കുന്നതിലും ലൈറ്റുകൾ അറ്റകുറ്റപ്പണി നടത്താൻ നടപടി സ്വീകരിക്കാത്ത LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയിലും കോൺഗ്രസ് മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് നടത്തിയ പ്രതിഷേധ സമരം മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ഷാജി വർഗീസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ MC ഐജു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, പഞ്ചായത്ത് മെമ്പർ റീന വർഗീസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ തുടങ്ങിയവർ സംസാരിച്ചു. മായന്നൂർ ഗ്രാമീണ വായനശാലയിൽ നടന്ന വായനാ പക്ഷാചരണത്തിന്റെ സമാപനത്തിന്റെയും IV ദാസ് അനുസ്മരണ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം എഴുത്തുകാരൻ പ്രൊഫസർ MM നാരായണൻ നിർവഹിച്ചു. KSRMS വായനശാല പ്രസിഡന്റ് T രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ MP ആദിനാഥിനെ ചടങ്ങിൽ അനുമോദിച്ചു. തിരുവില്ലാമല കുത്താമ്പുള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ വായന പക്ഷാചരണ സമാപനവും ബഷീർ ദിനാചരണവും സംഘടിപ്പിച്ചു. സംവിധായകൻ PK സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗം K വേണു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക TP ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി K സുജാത തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 9-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വേലൂർ പഞ്ചായത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. CITU വടക്കാഞ്ചേരി ഏരിയ ജോയിന്റ് സെക്രട്ടറി MJ ബിനോയ് ജാഥ ഉദ്ഘാടനം ചെയ്തു. CPM വെള്ളാറ്റന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം AK ബൈജു അധ്യക്ഷനായി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബിൽ ബേബി, P കൃഷ്ണദാസ്, KK രാമചന്ദ്രൻ, PS സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം
ദേവാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. മുപ്ലിയം സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി. എറവ് അഞ്ചാങ്കല്ലിൽ തുണിക്കടയുടെ മുകളിൽ നിന്ന് പാമ്പ് വീണു. പാമ്പ് മുകളിൽ നിന്ന് വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. എറവിലുള്ള ഓസ്കാർ കളക്ഷൻ എന്ന തുണിക്കടയിൽ ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവം. സ്ഥാപനത്തിനുടമയായ സ്ത്രീയും ജോലിക്കാരിയും സംസാരിച്ചു നിൽക്കുന്നതിനിടെ പാമ്പ് മുകളിൽ നിന്ന് വീഴുകയായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ജീവനക്കാരി പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. പാമ്പ് കടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു കയറിയതോടെ ഉടമയും പുറത്തേക്കിറങ്ങിയോടി. വിവരമറിഞ്ഞ് ആളുകളെത്തി കടയിലെ സാധനങ്ങൾ മുഴുവൻ പുറത്തിറക്കിയ ശേഷം കട പൊളിച്ച് പരിശോധിച്ചെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. ഡിവൈഎഫ്ഐ പഴവൂർ വടക്ക് തെക്ക് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. VSS വായനശാലയിൽ നടന്ന ആദരം CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. പ്രേമതിലകൻ, ജനപ്രതിനിധികളായ ഷേർലി ദിലീപ്, ആരിഫ സാബിർ, CPM ലോക്കൽ കമ്മിറ്റി അംഗം AS ചന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറി EM അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ബേബി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K വിദ്യാസാഗർ, മഞ്ജുള അരുണൻ, PR നിഖിൽ, TN തിലകൻ, നൌമി പ്രസാദ്, KG സുഖദേവ്, KR ഹരി, PC ബാലൻ, PR ജോഷി എന്നിവർ സംസാരിച്ചു. അത് മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട്. 36-37 കുട്ടികളുണ്ടായിരുന്നു ഇടവലം സ്കൂളിൽ പഠിക്കുന്നത്. അത് 6 കുട്ടികളെ ആരെയും ജയിച്ചോളുന്നാണ്. ബാക്കി 29-30 കുട്ടികൾ. കടങ്ങോട് പഞ്ചായത്തിലെ തെരുവ് നായ്ക്കൾക്ക് 2ാം ഘട്ട വാക്സിനേഷൻ ആരംഭിച്ചു. 3 മാസങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിൽ തെരുവ് നായ്ക്കൾക്ക് കുത്തിവയ്പ് നടത്തിയിരുന്നു. 198 തെരുവ് നായ്ക്കൾക്കാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കുത്തിവയ്പ് നടത്തിയത്. പഞ്ചായത്തിലെ 18 വാർഡിലും ഈ ആഴ്ചയിൽ കുത്തിവയ്പ് സംഘടിപ്പിക്കും. പഞ്ചായത്ത് പരിധിയിലെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്ക് ഉടമസ്ഥർ എത്രയും പെട്ടെന്ന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി ഡോഗ് ലൈസൻസ് എടുക്കേണ്ടതുമാണ്. ലൈസൻസ് എടുക്കാതെ നായ്ക്കളെ വളർത്തുന്നതും അസുഖങ്ങൾ വരുമ്പോൾ തുറന്നുവിടുന്നതും ശിക്ഷാർഹമാണെന്നും അധികൃതർ അറിയിച്ചു. കേരള കർഷക സംഘം കുന്നംകുളം സൗത്ത് മേഖലാ സമ്മേളനം നടന്നു. ആർത്താറ്റ് നടന്ന സമ്മേളനം കർഷക സംഘം തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം കുന്നംകുളം സൗത്ത് മേഖലാ പ്രസിഡന്റ് T മുകുന്ദൻ അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പ്രസിഡന്റ് AJ സ്റ്റാൻലി, ഏരിയ ജോയിന്റ് സെക്രട്ടറി രഞ്ജിനി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പാപ്പിനിവട്ടം GLP സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഷാർലറ്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, പഞ്ചായത്ത് അംഗങ്ങളായ മാലതി സുബ്രഹ്മണ്യൻ, ഹിത രതീഷ്, രജനി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയപ്പെട്ട 1,70,000 കുട്ടികൾ വരുമ്പോൾ തന്നെ വിശന്നിരിക്കുന്നു.
മാള കരിങ്ങാച്ചിറ റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി തകർന്ന റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ കാട് പിടിച്ചു കിടക്കുന്നു. കുടിവെള്ള പൈപ്പ് പൊട്ടിയത് ശരിയാക്കിയെങ്കിലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊടുങ്ങല്ലൂരിലേക്കുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടിയത് മാസങ്ങൾക്ക് മുൻപാണ്. തുടർന്ന് കുഴി മണ്ണിട്ട് മൂടിയെങ്കിലും ഇതിലൂടെ വാഹനങ്ങൾ പോകുന്നത് തടഞ്ഞിരിക്കുകയാണ്. വാഹനങ്ങൾ പോകാതിരിക്കാൻ തടസ്സം സൃഷ്ടിച്ചതിനാൽ റോഡ് പൊളിച്ച ഭാഗം പുല്ല് വളർന്നിരിക്കുകയാണ്. വാഹനങ്ങൾ പോകുന്നത് അപകടമാണെന്ന വിലയിരുത്തലിലാണ് ഗതാഗതം തടഞ്ഞിട്ടുള്ളത്. റോഡ് പൊളിച്ച ഭാഗം ഒഴിവാക്കി വാഹനങ്ങൾ പോകുന്നത് അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് നേതാക്കളെ കോടതി ശിക്ഷിച്ചു. 2023 ഡിസംബർ 20 കൊടുങ്ങല്ലൂർ എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ കേസിലാണ് 9 നേതാക്കളെ ശിക്ഷിച്ചത്. DCC ജനറൽ സെക്രട്ടറി TM നാസർ, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, UDF കയ്പമംഗലം നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, നഗരസഭാ കൌൺസിലർ VM ജോണി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ KP സുനിൽകുമാർ, CM മൊയ്തു, PA മനാഫ്, നിഷാഫ് കുര്യാപ്പള്ളി, മഹിളാ കോൺഗ്രസ് നേതാവ് ഷീബ മുരളി എന്നിവർക്കാണ് കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി RA ഷെറിൻ കോടതി പിരിയും വരെ തടവും പിഴയും ശിക്ഷ വിധിച്ചത്. ഈ മാസം 9 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം എരുമപ്പെട്ടിയിൽ വിളംബര ജാഥ നടത്തി. എരുമപ്പെട്ടി താഴത്തങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കരിയന്നൂർ സെന്ററിൽ സമാപിച്ചു. സമാപന യോഗം CITU ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം കമ്മിറ്റി അംഗം TK മനോജ് കുമാർ അധ്യക്ഷനായി. ട്രേഡ് യൂണിയൻ നേതാക്കളായ PT ദേവസി, TK ശിവൻ, PB ബിബിൻ, സുമന സുഗതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടപ്പുറം CHCയോടുള്ള MLAയുടെ അവഗണന അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഉപരോധ സമരം നടത്തി. MLA NK അക്ബറിന്റെ കടപ്പുറത്തിനോടുള്ള അവഗണനയാണ് കടപ്പുറം ഗവൺമെന്റ് ആശുപത്രിയുടെ ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് ആരോപിച്ചു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ബുഖാറയിൽ സുബൈർ തങ്ങൾ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PM മുജീബ്, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TR ഇബ്രാഹിം, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി VM മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ഗുരുവായൂരിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണം നൽകി. മേലൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴലിയിൽ ലക്ഷങ്ങളുടെ നഷ്ടം. മേഖലയിൽ നശിച്ചത് ഏക്കർ കണക്കിന് കാർഷിക വിളകൾ. കല്ലൂർ മാവിൻചുവടിൽ ഓട്ട് കമ്പനിയുടെ 120 അടിയോളം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു. പാലിയക്കര ടോൾ പ്ലാസയിലേക്ക് LDF പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മനക്കൊടി പുള്ള് റോഡിൽ ഗതാഗതം നിലച്ചിട്ട് 1 മാസം പിന്നിടുന്നു. കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കേണ്ട ഗതികേടിൽ യാത്രക്കാർ. പാവറട്ടി കാഞ്ഞാണി റോഡിൽ അപകടക്കുഴികൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച റോഡാണ് ശോചനീയാവസ്ഥയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.